ഹലോ ഗൈസ്, ഇതെൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ 5ാമത്തെ ചായയാണ്. അച്ഛൻ ഒരു ചായ പ്രാന്തനാണ്. ഓക്കെ, പതപ്പിച്ച് കൂടുതലുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ബാക്കി അമ്മയ്ക്ക് കൊടുക്കാൻ. ഓക്കെ, പാല് വെച്ചപ്പോൾ തികഞ്ഞില്ല. ഇനി ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ചു തരാം. ദ ഗ്രേറ്റ് ഡാഡി. അപ്പോൾ ഇത് കണക്ക് പ്ലാൻ ചെയ്തു. എന്തായാലും അച്ഛനെ കാണിച്ച സ്ഥിതിക്ക് അമ്മയെ കാണിക്കണ്ടേ? അതിന് ഈ അമ്മ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്ക സീസണായ പിന്നെ അമ്മയെ വല്ല പ്ലാവിൻ്റെ ചോട്ടി മാത്രമേ കാണാൻ പറ്റൂ. അതെ, അവർ എത്തിയിരിക്കുന്നു. അമ്മ എത്ര തിന്നിട്ടും നമ്മളെ കൊണ്ട് തീറ്റിച്ചിട്ടും തീരാത്ത ചക്ക കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വെട്ടിക്കൊടുക്കുകയാണ് അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും വില പേശുന്ന എൻ്റെ അമ്മ. അതാണ് കേൾക്കുന്നത്. പിന്നെ ഇവിടെ കേൾക്കുന്നത് അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ്, അതാണ് കേൾക്കുന്നത്. ഇനി ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 2 ദിവസമായി മുക്കി വെച്ച തുണി ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല. ഇന്നും കഴുകിയില്ലെങ്കിൽ ഇനി എനിക്ക് ഉടുക്കാൻ തുണിയില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അമ്മയുടെ അടിപ്പാവാടിയും ഏതോ ഒരു ടീഷർട്ടുമാണ്. കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് തൈകൾ അമ്മ നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ചക്കപ്പുഴുക്കും ചമ്മന്തിയുമാണ്. வணக்கம் வணக்கம் தம்பி, வணக்கம். சௌக்கியம் தான். உங்களுக்கு சௌக்கியமா? நீங்கள் நலமா இருக்கா? அது தெரிஞ்சால் போதும் எனக்கு. சரி, മധ്യാഹ്നം ഞാൻ വന്നിടുവാங்க. ഓക്കെ, കുറച്ച് പൊടിയുണ്ട്, ഒരു 10 കിലോ പൊടിയുണ്ട്. സാധനം പറക്കാനേ 10 കിലോ പൊടിയോളം എൻ്റെ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ ലോകസുന്ദരിയായ അമ്മ. ചൻ ചൻ ചൻ. You guys, what is she telling about me? പ്രോ ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, ഒരു PhD കൂടി എടുക്കായിരുന്നു. ഞാൻ സുന്ദരിയാണ്. അതെ, ആണ്. I am beautiful. I am strong. ഞാൻ സുന്ദരിയാണ്. I am healthy. I am beautiful. നിന്നെയൊക്കെ പോലെ മക്കളെ പെറ്റ തള്ളയാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ സുന്ദരിയായിക്കൂടാ? ഞാൻ എന്തുകൊണ്ട് ബുദ്ധിമതിയല്ല? എനിക്ക് എന്തുകൊണ്ട് ഹ്യൂമർ സെൻസ് ഇല്ലാതിരിക്കണം? അതന്നെ. That's only come through I only. Through me. Through me only. സുന്ദരി തന്നെ. It's only came from me. അമ്മ തന്നെ. True. അമ്മയെ പോലത്തെ മൂക്കാണ്, അമ്മയെ പോലത്തെ കണ്ണാണ്, അമ്മയെ പോലത്തെ ചുണ്ടാണ്, അമ്മയെ പോലത്തെ പല്ലാണ് എനിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അമ്മയെ സുന്ദരി. അമ്മ വഴി അല്ലാത്ത ഒരു കാര്യമുണ്ട്. എന്തേ? ഒരു ഇത്തിരി സെന്റിമീറ്ററുകൾ നിനക്ക് പൊക്കം കൂടുതലുണ്ട്. 2 സൈഡിൽ നിന്നുള്ളതും കൂടെ ഒന്ന് അത് കാര്യമായി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നാണ് ഞാൻ. ഇത്ര പൊക്കം മതിയല്ലേ? അല്ലെങ്കിലും പൊക്കം കുറഞ്ഞ കുട്ടികളെ കാണാൻ നല്ല ക്യൂട്ടാണ് അമ്മയെ പോലെ. സത്യം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ചക്കപ്പുഴുക്കിനുള്ള ചക്കയാണ് സുഹൃത്തുക്കളെ ഇത്. അമ്മ ചക്കക്കാർക്ക് ചക്ക കൊടുക്കാൻ പോയിട്ട് അവർ 15 രൂപ തരുള്ളൂ. ഒരു ചക്കയ്ക്ക് 15 രൂപ. കഴിയാൻ നടന്നിട്ട് കാര്യമുണ്ടോ? എന്നും പറഞ്ഞ് ഈ ചക്കയെല്ലാം നമുക്ക് തിന്നു തീർക്കാൻ പറ്റുമോ? ഉണക്കി പാക്കി എടുത്ത് വെക്കണം. ചക്കപ്രാന്തി. ചക്ക പുഴുങ്ങി ഉണക്കി ഒരു ചായപ്രാന്തൻ ഡാഡിയും ഒരു ചക്കപ്രാന്തി അമ്മയും. അടച്ച് ചക്ക ഉണക്കി വെച്ചു. പക്ഷേ ആ ചക്ക കഴിക്കുന്ന ചക്കയായിരുന്നു, ഞാൻ ഓർത്തില്ല. സൂപ്പർ ചക്കപ്പുട്ടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചക്കപ്പുട്ട്. പക്ഷെ തിന്ന് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് കയ്പുടങ്ങുന്നത്. അത് കാരണം എനിക്കത് വലിയൊരു വിഷമമായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സൂപ്പർ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ വസ്തു കണ്ടിട്ട് ആദ്യം പറഞ്ഞതാണ്, നല്ല മാവും പ്ലാവും തെങ്ങും ഉണ്ടടി അതിൽ എന്ന് എൻ്റെ അമ്മയുടെ പോയി പറഞ്ഞു. ഇനി ചക്ക ചുളയൊരെണ്ണം കൊടുക്കാൻ എൻ്റെ അച്ഛനും ഇല്ല, അമ്മയില്ല. അച്ഛനവിടെ ചക്ക വേവിക്കുന്ന ദിവസം വിളിക്കും, നീ എപ്പോഴാ പിള്ളേരെയും കൂടി ഇങ്ങോട്ട് വരുന്നേ,
ചക്ക അടുപ്പിൽ വെക്കുമ്പോൾ അച്ഛനും മക്കളെ എല്ലാം ഓർക്കും ഇങ്ങനെ. എന്നിട്ട് അടുത്ത ആളിനെ വിളിക്കും, നീ ഇങ്ങോട്ട് പോന്നേക്കണേ, വൈകിട്ട് ഇതുവഴി വാ എന്ന് പറയും. ചെന്ന് നോക്കുമ്പോൾ സൂക്ഷ്മം കറക്റ്റായിരിക്കും ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടാവും. വീട്ടിൽ ചക്ക ഉണ്ടാവും. അവരാരും ഇല്ല. അതുകൊണ്ടുള്ള ചക്കയും ചക്കക്കുരു എല്ലാം ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിക്കുകയാണ്. അതൊരു അഭിലാഷമാണ്. ആത്മാവിന് സന്തോഷമായിരിക്കും പോയി കഴിയുമ്പോൾ. ആത്മാവ് എത്രമാത്രം സന്തോഷിക്കുന്നു അത് ഓർത്തിട്ടൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഓക്കെ ഗൈസ്, നമ്മളെ പെരേടത്തിൽ എന്തോരം ചക്കകളാണെന്ന്. ഇത് ഇരട്ട ചക്കകൾ, പ്ലാവുകൾ, ഇരട്ട പ്ലാവുകൾ. ഇതിലൊന്ന് വരിക്കയും ഒന്ന് കൂഴയും. സൂര്യപ്രകാശം അതിമനോഹരമായി അടിക്കുന്നു. ഒരു നമ്മൾ ശ്രദ്ധിക്കാതെ തടം പോലും എടുക്കാതെ വെച്ചിരുന്നൊരു വാഴക്കോല വെച്ചു, പാവം. പിന്നെ ഇതാണ് ഡമ്പല് ചക്ക, ഇതാണ് 6 പാക്ക് ചക്ക. ഇതിനകത്ത് പിടിക്കുന്ന മൊത്തം രണ്ട് ബോൾ. അപ്പുറം ഒരു ഉണ്ട, ഇപ്പുറം ഒരു ഉണ്ട്, ഒരു ഡമ്പല് പോലെ ഇരിക്കും. എല്ലാ ചക്ക ഒരെണ്ണം ഇല്ലാതെ എല്ലാ ചക്ക അങ്ങനെയാണ് പിടിക്കുന്നത്. കറക്റ്റ് 2 തുണ്ടാക്കിയാൽ 2 ചക്ക പോലെ ഇരിക്കും. ഇതാണെങ്കിൽ ഫുള്ള് 6 പാക്ക്. അവിടെ ഇവിടെ എല്ലാം ഇതിന് മസിലാണ്, കണ്ട, മസിലോട് മസിലാണ്, കണ്ട. ഇത് ഇങ്ങനെയൊന്നും അല്ല വലിപ്പം വയ്ക്കണം. ഇതൊന്നും വിളഞ്ഞിട്ടില്ല, വിളയാത്ത ചക്കയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി വലുതായ നല്ല മുട്ടൻ സൈസാവും. ഇത് ഇത്രയും സൈസാവും. വറുക്കുന്ന പ്ലാവ് എന്ന് പറയുന്നൊരു പ്ലാവ് ഉണ്ട് ഇവിടെ. ആ പ്ലാവിലെ ചക്കയാണെങ്കിൽ ഇതിലേ പോയി ഇങ്ങനെ കാണിക്കും നമ്മ. ഓക്കെ ഗൈസ്, രാവിലെ ഞാൻ ആവേശം മൂത്ത് ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇവിടെ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് തൂമ്പ ഇവിടെ ഇരിക്കുകയാണ്, പകുതി മണ്ണ് ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ പരിപാടി. എന്തിരി എല്ലാം പകുതി ഒഴുക്കിയിടും. ഫുള്ള് തള്ളാണ്. ചോദിച്ചാൽ പറയും, ഞാൻ തള്ളിയാലല്ലേ ഇവിടെ പൈസ വരൂ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ പൈസ വരൂ, നീയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ എന്ന് ചോദിക്കും. അതോടെ ഞാൻ തോക്കും. ഈ കാട് താണ്ടി എത്തുമ്പോൾ ഈ പ്ലാവ് കണ്ട, ഇതാണ് നമ്മുടെ ഏറ്റവും കിടിലം പ്ലാവ്. എന്ന് വെച്ചാൽ ഈ പ്ലാവിലെ ചക്ക കൊണ്ടാണ് അവിടെ കണ്ട ചക്ക കൊണ്ട് ഒരാൾ പോണം. ഇത് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം അവർ കൊടുക്കുകയാണ്. ഒരു ചക്ക 15 രൂപയ്ക്ക്. അമ്മയ്ക്കാണെങ്കിൽ ഒരു ചക്ക അങ്ങനെ 15 രൂപയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ അവർ കുറേ ഡിമാൻഡ് വെച്ച് മുകളിലത്തെ ചക്ക അവർക്ക് വേണ്ട, താഴത്തെ ചക്ക മതി, കൊത്തം വേണ്ട, വിളഞ്ഞതും മതി, അങ്ങനെയൊക്കെ. ഇതെന്ന് വെച്ചാൽ വറുത്താൽ നല്ല തണുക്കൂല, നല്ല കിലിയില്ലാന്നിരിക്കും. എത്ര നാളാണെങ്കിൽ വറുത്ത് വെച്ചേക്കണ ആ ചക്ക അങ്ങനെ തന്നെ ഇരിക്കും, ചിപ്സായിട്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വറുക്കുന്ന ചക്കയാണ്, വറുക്കുന്ന പ്ലാവാണ്, അല്ല വറുക്കുന്ന ചക്കയുള്ള പ്ലാവാണ്. നോക്കൂ എൻ്റെ പിങ്ക് ചെമ്പരത്തി. പിന്നെ കുറച്ച് ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പവും ഉണ്ട് ഇവിടെ, നീല ശംഖുപുഷ്പവും ഉണ്ട്. നോക്കൂ, ഇപ്പം ഇതിൻ്റെ സീസണല്ലെന്ന് തോന്നുന്നു. ഇന്നാളൊരു ദിവസം കുറേ ഉണ്ടായിരുന്നു. ദാ വൈറ്റ് ഒളിച്ചിരിക്കുന്നു. പിന്നെ ദാ വേറെ ഒരു പൂവ്. അമ്മ ഇതിനെ കല്യാണി എന്നാണ് വിളിക്കണം. വെള്ളക്കല്യാണിയും മജന്ത കല്യാണി. പിന്നെ ഇത് പനിക്കൂർക്ക, നമ്മൾ ഞവരേല എന്നാണ് പറയുന്നത്. ഇത് ഇന്ന് നട്ട റംബൂട്ടാൻ, ഇത് നമ്മളിന്ന് നട്ട് വെച്ചു. ഇത് അമ്മ വിചാരിച്ച് ആത്തച്ചക്ക അമ്മ കൊണ്ട് നട്ടതാണ് കിളിച്ചതെന്ന്. പക്ഷെ കിളിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു പാഴ് ചെടിയായിരുന്നു. അങ്ങനെ അമ്മ ഇതിനെ മണ്ട കൊണ്ട് വെട്ടി. എന്നിട്ട് പറഞ്ഞ് ശംഖുപുഷ്പം ഇതുവഴി ഇങ്ങനെ പടർത്തി വിടാനാണെന്ന്. ഇതൊരു മഹാഗണി, അതൊരു കെണിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ വെച്ചതല്ല. പിന്നെ ഇതിനൊരു കിടിലം പേരാണ്. ഇതിൻ്റെ പേര് നമ്പ്യാർ വട്ടമാണെന്ന് തോന്നുന്നു, നമ്പ്യാർ വട്ടം. പക്ഷേ ഇത് പല ലെയറായിട്ട് പിടിക്കുന്നതുണ്ട്. ഇത് പക്ഷേ ഒറ്റ പൂ മാത്രം, ലെയറല്ല, ഇത് ഒറ്റ പൂവായിട്ട് പിടിക്കുന്നത്. എന്ന് വെച്ചാൽ തട്ടായിട്ട് വരും. ഇത് തട്ടില്ലാത്ത നമ്പ്യാർ വട്ടം. ഇനി ഇവിടെ ഒരു ബൊഗൈൻ വില്ല, അത് ഏത് കളറാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിവിദഗ്ധമായി നമ്മുടെ ഇടവഴി കൂടെ ലോറി പോകണുണ്ടോ. വീട്ടിന് മുറ്റത്ത് എന്തൊരു ശബ്ദം കേട്ടാലും ഒന്ന് നോക്കും എന്തരാണ്.
JCB-യുടെ ഇത്. അച്ഛനിവിടെ JCB ഓട്ടോയിടാണ്. അപ്പോൾ ഓക്കെ, ലുക്ക് അറ്റ് ദീസ് ഫ്ലവേഴ്സ്. ഇത് കണ്ടോ നമ്മളെ വീട്ടിൽ ആനക്കൊമ്പ് ചെടി. ഇനി എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന എൻ്റെ തുണികൾ കഴുകുക. ഇനിയും കഴുകിയില്ലെങ്കിൽ ഞാൻ എനിക്ക് തുണിയില്ലാതെ ഞാൻ അമ്മയുടെ നൈറ്റ് തന്നെ എടുത്ത് ഇടേണ്ടി വരും എല്ലാ ദിവസവും. ഒന്നാമത്തെ കാര്യം പെരുമഴ. ഇത് കഴുകിയിട്ടാലും ഉണങ്ങൂല എന്നുള്ളത് കൊണ്ടും ഞാനൊരു ലോകമടിച്ച് ആയത് കൊണ്ടും ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല. ഇന്ന് കഴുകാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്. ശരി, കഴുകിയിട്ട് കാണാം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്കും ചമ്മന്തിയും വെളുത്തുള്ളി അച്ചാറും മാങ്ങ അച്ചാറുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഉണ്ടാക്കിയ അതുല്യ പ്രതിഭയെ ഞാൻ കാണിക്കട്ടെ. ഇങ്ങോട്ട് നോക്കി, ഇവിടെയാണ് ക്യാമറ. മാണിക്കച്ചെപ്പ് വിണ്ണിൽ മാണിക്കച്ചെപ്പ്. ഇപ്പൊ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവിടുത്തെ അന്നദാനം ഉണ്ണാനാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. തുണി ഞാൻ കഴുകാൻ ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇരുട്ടടി പോലെ വേറൊരു അക്കിടി പറ്റിയത് ഞാൻ തിരിച്ചറിഞ്ഞു. ഏതാണ്ട് തുണിയൊക്കെ കഴുകി തീരാറായതായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ വർഷത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ വരാറുള്ള എൻ്റെ അനിയത്തി അവളൊരു വലിയ എട്ടിൻ്റെ പണി തന്നിട്ടാണ് പോയത്. അവൾ കഴുകി കുറച്ച് തുണികളെടുത്ത് വാഷിംഗ് മെഷീൻ അകത്ത് വെച്ചിരുന്നു. നമ്മൾ ആരും അറിഞ്ഞില്ല, നമ്മൾ വിരിച്ചിട്ടില്ല. നോക്കിയപ്പോഴാണ്, ഇന്ന് തുണി കഴുകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അറിയുന്നത്. എന്നും തുണി കഴുകിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അറിഞ്ഞാന്, എന്ത് ചെയ്യാൻ. അപ്പോഴാണ് മനസ്സിലായ അതിനകത്ത് എൻ്റെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ഇടാനുള്ള ആകെ കൂടിയുള്ള എൻ്റെ ചക്കര പാൻറ്റ് അതിനകത്തുണ്ടായിരുന്നു. നോക്ക് ഗൈസ്, ഇതിനകത്ത് വെള്ള കുത്ത് കണക്കൊരു പാടായി. ഫുള്ള് കാണാൻ പറ്റുമോ? വെട്ടമില്ല. കണ്ട ഇത് കണക്കൊരു വെള്ളക്കുത്ത്, ഫുള്ള് വെള്ളക്കുത്തായി. ഇനി അറിഞ്ഞുകൂടി, ഇനി ഉണങ്ങുമ്പോൾ അത് മാറുമെന്ന് അറിഞ്ഞുകൂടാ. കഷ്ടമായി പോയി. എന്തിനി പറയുന്നു, എന്നെ പറഞ്ഞാതെയല്ലേ. എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ പാടുണ്ടായിരുന്നു. അപ്പൊ ഇനി ലേറ്റായ നമുക്ക് ഫുഡ് കിട്ടൂല. ഭക്തരായ ഞങ്ങൾ ഇന്നാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു നേരം ചക്കപ്പുഴുക്ക് തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കാര്യമായിട്ടൊരു അന്നദാനം കഴിക്കണം. ഇനി ലേറ്റായാൽ തീർന്നു പോകും. ഞാൻ എല്ലാ തുണിയും കഴുകിയിട്ടുകൊണ്ട് വേറെ തുണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഇച്ചിരി വലിയൊരു അമ്മയുടെ ഉടുപ്പെടുത്തിട്ട്, പക്ഷേ സൈഡ് അടിച്ചാൽ എനിക്ക് തന്നെ ഇടാം. ഇത് വണ്ടിയുടെ താക്കോലെടുത്തില്ല, വീണ്ടും നമ്മൾ അകത്തേറാണ്. തുറക്കാൻ പറ്റാത്ത അവിടെ എന്തോ കിട്ടി. കിട്ടി. കഴിച്ചു തീർത്തു ഗൈസ്. അയ്യോ, അങ്ങനെ നമ്മൾ അവസാനം സദ്യ കഴിച്ച് വീട്ടിൽ വന്നു. നല്ല കിടിലം ഫുഡായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അന്നദാനം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എരിപൊരിയുന്ന വെയിലത്ത് ആ നീലത്താർപ്പയുടെ അടിയിൽ ചൂട് ചോറും തിളച്ച സാമ്പാറും അവിയലും തോരനും എല്ലാം കൂടെ കൂട്ടി ഒരു കഴിപ്പ് കഴിച്ച് ഒരു ഗ്ലാസ് ചൂട് വെള്ളവും കൂടി കുടിക്കുമ്പോൾ അത് ഈ ഉത്സവ സീസണിൽ മാത്രം കിട്ടുന്നൊരു പ്രത്യേക ആനന്ദമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ദൂരത്തിലാണ് അന്നദാനം നടക്കണമെങ്കിൽ ഞാൻ പോയി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നദാനത്തിൻ്റെ ഫുഡ്. അങ്ങനെ നമ്മൾ പക്ഷെ ചെന്നപ്പോഴത്തേക്ക് ലേറ്റായി. അതുകൊണ്ട് പായസമൊക്കെ കഴിഞ്ഞു പോയി. പായസം കഴിഞ്ഞു പോയി. പിന്നെ ചോറ്, അവിയൽ, സാമ്പാർ, തോരൻ, പയർ തോരനായിരുന്നു, രസം എല്ലാം കൂട്ടി കഴിച്ച് കഴിഞ്ഞ് അച്ഛന് വേണ്ടിയിട്ട് അവിടെ കുറേ ഫുഡ് ബാക്കി വന്നു. കുറേ ചോറൊക്കെ ഒത്തിരിയും ബാക്കിയുണ്ട്. എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നാലും നമ്മൾ വേസ്റ്റ് ആക്കിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും പിന്നെ സാമ്പാർ ഓയിലൊക്കെ അച്ഛനും കൊണ്ടുവന്നു. നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും എന്താണ് എൻ്റെ ബാക്കിൽ ആ വലിയൊരു ഓട്ടയം. അത് എൻ്റെ അച്ഛനൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ മൈൻഡിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീട് വയ്ക്കുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യണം,
അങ്ങനെ അച്ഛൻ്റെ ഏതൊക്കെയോ ഐഡിയാസിൻ്റെ പുറത്ത് അച്ഛൻ അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഫിനാൻഷ്യലി ആയതുകൊണ്ട് ആ ഹോളൊന്നും അടയ്ക്കാൻ പറ്റിയില്ല. ഒരു ദിവസം നമ്മൾ അടയ്ക്കും. അതാണ് ഗൈസ് ഇന്നത്തെ വ്ളോഗ്. സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ട് തനിയെ ഇങ്ങനെ വീഡിയോ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്തെങ്കിലും പറയാനോ ഒന്നും ഷൂട്ട് ചെയ്യാനോ ഇന്ന് പറ്റൂല. ഞാൻ എത്ര സാധനങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടും മെമ്മറി കാർഡിലാക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. പിന്നെ ഇത് ഒരു പൊട്ട വ്ളോഗാണ് എനിക്കറിയാം, പക്ഷെ ഇതൊരു പോസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലേണിംഗ് പ്രോസസ്സായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്നാലും എൻ്റെ വീട്ടിലെ ചക്കയും എൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്നെ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.